സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ പാലക്കാടിന്റെ മുഹമ്മദ് അജ്മലും വിനി പിവിയും വേഗതാരങ്ങളായി. സബ് ജൂനിയർ ആൺകുട്ടികളുടെ 100 മീറ്ററിൽ ശ്രീരാഗം. പെൺകുട്ടികളുടേതിൽ ഉഷ സ്കൂളിലെ എൽഗ തോമസും സ്വർണം നേടി. എൽഗ തോമസിന്റെ രണ്ടാം സ്വർണമാണിത്. സന്തോഷ വാർത്ത വീണ്ടും ഇരട്ടിക്കുന്നു. നിവ്യ ആന്റണി ഇപ്പോൾ ക്ലിയർ ചെയ്ത ഹൈറ്റ് 3.45 മീറ്റർ. മനു ചേരുന്നു. മനു, ട്രാക്കിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ധന്യ, വളരെ ആവേശം നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് 100 മീറ്റർ മത്സരങ്ങൾ പുരോഗമിച്ചത്. ഇന്ന് എല്ലാവരും ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരുന്നത് ആരായിരിക്കും കേരളത്തിന്റെ വേഗരാജാവും വേഗറാണിയും എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും പാലക്കാടിന്റെ മുഹമ്മദ് അജ്മൽ ഫോട്ടോ ഫിനിഷിൽ കേരളത്തിന്റെ വേഗ രാജാവായിരിക്കുന്നു. 10.96 സെക്കൻഡിൽ ഫിനിഷ് ചെയ്താണ് മുഹമ്മദ് അജ്മൽ കേരളത്തിന്റെ വേഗരാജനായത്. തൊട്ടുപുറകിലൂടെ സെക്കൻഡിന് 100 അംശത്തിന് ഓംകാർനാഥിനെ തൊട്ടു പിന്തള്ളിയാണ് എറണാകുളത്തിന്റെ ഓംകാർനാഥിനെ ഫോട്ടോ ഫിനിഷിംഗിൽ പിന്തള്ളിയാണ് മുഹമ്മദ് അജ്മൽ വേഗ രാജാവായത്. ഒപ്പം തന്നെ എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരുന്ന മറ്റൊരാൾ ആരായിരിക്കും വേഗ റാണി എന്നതായിരുന്നു. സീനിയർ പെൺകുട്ടികളിൽ 1ാം സ്ഥാനം നേടിയത് പാലക്കാട് മുണ്ടൂർ സ്കൂൾ താരം വിനി 12.63 സെക്കൻഡിൽ ഫിനിഷ് ചെയ്താണ് വിനി വേഗ റാണിയായത്. വളരെ ആവേശം നിറഞ്ഞ പോരാട്ടം. ഒപ്പം തന്നെ ജൂനിയർ ബോയ്സിൽ അഭിനവ് സി ആണ് ഏറ്റവും വേഗത്തിൽ 100 മീറ്റർ പിന്തള്ളിയതൊപ്പം ജൂനിയർ ഗേൾസിൽ സോഫിയ സണ്ണി ഫോട്ടോ ഫിനിഷിംഗിൽ 1ാം സ്ഥാനത്തെത്തി. അപർണ റോയിയെ തൊട്ടുപുറകിലോടിയ അപർണ റോയിയെ സെക്കൻഡിന്റെ നിമിഷത്തിന്റെ അംശത്തിൽ പിന്നോട്ട് തള്ളിയാണ് സോഫിയ സണ്ണി 1ാം സ്ഥാനത്ത് എത്തിയത്. ഒപ്പം തന്നെ സബ് ജൂനിയർ ബോയ്സിൽ ഒന്നാമതെത്തിയത് ശ്രീരാഗാണ്. മലപ്പുറത്തിന്റെ ശ്രീരാഗിനായിരുന്നു 1ാം സ്ഥാനം. ഒപ്പം തന്നെ തഞ്ചം ആലത്തൻ സിംഗ് എറണാകുളത്തിന്റെ 2ാം സ്ഥാനവും നേടി. സബ് ജൂനിയർ ഗേൾസിൽ എൽഗ തോമസ് ഡക്ക് കൊണ്ട് എൽഗ തോമസ് 13.69 സെക്കൻഡിൽ സ്വർണം നേടിയിരിക്കുന്നു. ഇതാണ് 100 മീറ്റർ മത്സരത്തിന്റെ വിശേഷങ്ങൾ. വളരെ ആവേശം നിറഞ്ഞ പോരാട്ടത്തിൽ എറണാകുളത്തിന്റെ കുതിപ്പ് തന്നെയാണ് ഇന്ന് നമുക്ക് 2ാം ദിനം അവസാനിക്കുമ്പോഴും കാണാൻ കഴിയുന്നത്. പാലക്കാട് തൊട്ടുപുറകിലുണ്ട്. മേള ഇപ്പോൾ 39 ഫൈനൽ മത്സരങ്ങൾ പൂർത്തിയാക്കുമ്പോഴുള്ള നിലയാണിത്. ധന്യ. മനുവാണ് വിശദാംശങ്ങൾ നൽകിയത്. കോടതി കയറി ഷോട്ട് പുട്ടിൽ സ്വർണവുമായി മടങ്ങുകയാണ് തൃശൂർ ഇരിങ്ങാലക്കുട GHSSലെ മറിയ തോമസ്. അർഹതയുണ്ടായിട്ടും മത്സരിക്കാൻ അനുമതി നൽകാതെ മറിയയെ വട്ടം ചുറ്റിക്കുകയായിരുന്നു അധികൃതർ. സ്വർണമെറിഞ്ഞിടാൻ കോടതി കയറിയാണ് മറിയ തോമസ് ഷോട്ട് പുട്ട് പിറ്റിലിറങ്ങിയത്. ഗ്രൗണ്ടിനകത്ത് നേരിടേണ്ടി വന്നതിനേക്കാൾ ഇരട്ടി വെല്ലുവിളികളോടാണ് കളത്തിന് പുറത്ത് മരിയയ്ക്ക് ഏറ്റുമുട്ടേണ്ടി വന്നത്. സ്കൂൾ മീറ്റിന് ട്രയൽസ് വച്ചിരുന്ന ദിവസം പ്രത്യേക അനുമതി വാങ്ങി വോളിബോൾ ക്യാമ്പിന് പോകുമ്പോൾ മരിയയ്ക്ക് പിന്നീട് ട്രയൽസ് നടത്താമെന്നായിരുന്നു അധികാരികൾ നൽകിയ വാക്ക്. കഴിഞ്ഞ വർഷം ഷോട്ടിൽ സെക്കൻഡ് ഉണ്ടതുകൊണ്ട് ഞാൻ ആ അവസരം എനിക്ക് ഈ വർഷം കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് അവസരം തരണമെന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ ജില്ലാ സെക്രട്ടറി വിളിച്ചിരുന്നു. അപ്പോൾ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് എയ്യോട് ലെറ്റർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യിക്കാന്ന് പറഞ്ഞു, ട്രയൽ അറിയിക്കാന്ന് പറഞ്ഞു. എന്നെ അവർ അവിടെ നിന്ന് ട്രയൽ അറിയിച്ചു. അപ്പോൾ അവിടെ ഫസ്റ്റ് സെക്കൻഡും തേർഡും വന്ന കുട്ടികളെക്കാൾ കൂടുതൽ ഞാൻ എറിഞ്ഞിരുന്നു. എന്നിട്ടും അവരോട് ഞാൻ ചോദിച്ചു, എൻട്രി തരുന്ന കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പറയാനായിട്ടില്ല, പിന്നീട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഫസ്റ്റും സെക്കൻഡും തേർഡും ഓൾറെഡി അവർ എൻട്രി ചെയ്തു പോയി സ്റ്റേറ്റിലോട്ട്. അപ്പോൾ ഇനിയൊരു റിസൾട്ട് 4ാമതൊരാൾക്കായിട്ട് എൻട്രി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് അതിനുള്ള റൂൾസ് ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ പിന്നീട് AEOയുടെ അനുമതി പത്രവുമായി എത്തിയപ്പോൾ മരിയെ ട്രയൽസിനിറക്കാതെ മടക്കി അയച്ചു. ഒടുവിൽ അവസാന മാർഗമായി ഹൈക്കോടതിയിലെത്തിയ മരിയയ്ക്ക് സ്കൂൾ മീറ്റിൽ പങ്കെടുക്കാൻ കോടതി അനുമതി നൽകുകയായിരുന്നു. എന്നാൽ കോടതി ഉത്തരവോടെ എത്തിയിട്ടും മരിയയ്ക്ക് മത്സരവേദിയിൽ കയറാൻ പിന്നെയും കാത്തിരിക്കേണ്ടി വന്നു. ഒടുവിൽ നൂലാമാലകളെല്ലാം അവസാനിച്ച് മരിയ ആദ്യമായി ഗ്രൗണ്ടിലെത്തുന്നത് മത്സരം ആരംഭിച്ചതിനു ശേഷം. എന്നാൽ പിറ്റിലിറങ്ങിയതോടെ കഥ മാറി. വെല്ലുവിളികളെയെല്ലാം കാറ്റിൽ പറത്തി സ്വർണവുമായാണ് മരിയ തിരികെ കയറിയത്. പെൺകരുത്തിന്റെ പെരുമയറിയിച്ചു. തേഞ്ഞിപ്പലത്തു നിന്നും ക്യാമറമാൻ ജേഷ് വില്ലോടിക്കൊപ്പം മനു M. നായർ.
5000 മീറ്റർ ജൂനിയർ ആൺകുട്ടികളുടെ നടത്തത്തിൽ സ്വർണം നേടി പാലക്കാടാണ് ഇന്നത്തെ ആദ്യ മെഡൽ നേടിയത്. എന്നാൽ 5000 മീറ്റർ പെൺകുട്ടികളുടെ ഓട്ടത്തിൽ എറണാകുളത്തിന്റെ മുന്നേറ്റമായിരുന്നു. ട്രാക്കിലെ ഇന്നത്തെ ആദ്യ സ്വർണം പേരിലാക്കി പാലക്കാടാണ് മെഡൽ വേട്ട തുടങ്ങിയത്. ദീർഘദൂരത്തിലെ പാലക്കാടിന്റെ മികവിനെ എടുത്തുകാട്ടുന്നതായിരുന്നു അശ്വിൻ ശങ്കറിന്റെ പ്രകടനം. 22.48 സെക്കൻഡിൽ പുതിയ മീറ്റർ റെക്കോർഡ് സ്ഥാപിച്ചാണ് അശ്വിൻ ഫിനിഷിംഗ് ലൈൻ കടന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ മലപ്പുറത്തിന്റെ മുഹമ്മദ് അഫ്സാന് വെള്ളിയും ലഭിച്ചു. എന്നാൽ 5000 മീറ്റർ ഓട്ടത്തിനായി ട്രാക്കിൽ പെൺകുട്ടികൾ ഇറങ്ങിയതോടെ കഥ മാറി. സ്വർണവും വെങ്കലവും അക്കൗണ്ടിലാക്കി പെൺകരുത്തിൽ എറണാകുളം കുതിച്ചു. മീറ്റർ റെക്കോർഡോടെ മാർബേസിലിന്റെ അനുമോൾ തമ്പി സ്വർണവര താണ്ടിയപ്പോൾ പിന്നിലായത് PU ചിത്രയുടെ റെക്കോർഡാണ്. 17.14 സെക്കൻഡിലാണ് അനുമോൾ ഫിനിഷിംഗ് ലൈൻ കടന്നത്. വെങ്കലം നേടി സെന്റ് ജോർജിന്റെ അഞ്ജു മുരുകനും എറണാകുളത്തിന്റെ കരുത്തുകൂട്ടി. കൊണ്ടും കൊടുത്തും എറണാകുളവും പാലക്കാടും മുന്നേറുകയാണ്. എങ്കിലും വ്യക്തമായ ആധിപത്യം എറണാകുളത്തിന് തന്നെ. ഇന്നത്തെ ദീർഘദൂര ഇനങ്ങളിലും അതുതന്നെയാണ് കണ്ടത്. തേഞ്ഞിപ്പലത്ത് നിന്നും ക്യാമറമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം മനു M. നായർ. വാർത്തകളിലേക്ക്. പുതിയ 50 രൂപയുടെയും 20 രൂപയുടെയും നോട്ടുകൾ അച്ചടിക്കാൻ ഒരുങ്ങി റിസർവ് ബാങ്ക്. പഴയ നോട്ടുകൾ പിൻവലിക്കില്ലെന്നും റിസർവ് ബാങ്ക് അറിയിച്ചു. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നു. മനു, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. തന്നെ എന്തായാലും നോട്ട് പ്രതിസന്ധിയെ തുടർന്ന് കാര്യങ്ങൾ കൂടുതൽ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിലാണ് ഈ പുതിയ 50-ന്റെയും അതോടൊപ്പം 20 രൂപയുടെയും നോട്ടുകൾ അച്ചടിക്കാൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചതായുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നത്. നിലവിലുള്ള 100 രൂപയുടെയും അതോടൊപ്പം ഈ പുതിയ 500 രൂപയുടെയും നോട്ടുകൾ നിലനിൽക്കെ തന്നെ ഈ 50-ന്റെയും പുതിയ 20-ന്റെയും നോട്ടുകൾ കൂടി കൂടുതൽ ഈ വിപണിയിലേക്ക് എത്തിക്കാനാണ് റിസർവ് ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ സ്വകാര്യ സർക്കാർ ജീവനക്കാരുടെ ശമ്പളങ്ങൾ അക്കൗണ്ടുകളിലേക്ക് ലഭ്യമായതിനെ തുടർന്ന് ഇത് കൃത്യമായി വിതരണം ചെയ്യാൻ ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിരുന്നില്ല. ഇതിനെ തുടർന്ന് റിസർവ് ബാങ്ക് നൽകിയിരുന്ന വിശദീകരണം അടുത്ത ദിവസങ്ങളിൽ തന്നെ കൂടുതൽ നോട്ടുകൾ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നും രാജ്യത്തെ 4 നോട്ട് അച്ചടി കേന്ദ്രങ്ങൾ 3 ഷിഫ്റ്റുകളിലായി പ്രവർത്തിക്കുന്നുവെന്നും ആയിരുന്നു വ്യക്തമാക്കിയിരുന്നത്. ഈ സാഹചര്യത്തിലാണ് പുതിയ 50-ന്റെയും അതോടൊപ്പം 20-ന്റെയും നോട്ടുകൾ കൂടി അച്ചടിച്ച് ഈ ചില്ലറ ക്ഷാമം പരിഹരിക്കുന്നതിനുള്ള കൂടുതൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചിരുന്നത്. ഈ ATM-കളിലെത്തി പണം പിൻവലിച്ച ആളുകൾക്ക് 2000 രൂപയുടെ നോട്ടുകളായിരുന്നു ലഭ്യമായിരുന്നത്. ഇതിനെ തുടർന്ന് ചില്ലറ ക്ഷാമം അതിരൂക്ഷമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പിൻവലിച്ച നോട്ടുകളുടെ അതേ മൂല്യത്തിൽ പുതിയ ചില്ലറ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി 50-ന്റെയും 20-ന്റെയും നോട്ടുകൾ കൂടി അച്ചടിക്കുന്നതിനുള്ള തീരുമാനം റിസർവ് ബാങ്ക് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. മനു ശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് അനുകൂലമായി നബാർഡിന്റെ റിപ്പോർട്ട്. സംസ്ഥാനത്തെ ജില്ലാ സഹകരണ ബാങ്കുകൾ KYC മാനദണ്ഡങ്ങൾ പാലിച്ചാണ് മുന്നോട്ടു പോകുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നബാർഡിന്റെ റിപ്പോർട്ട് നാളെ ജില്ലാ സഹകരണ ബാങ്കുകളിൽ സുപ്രീം കോടതിയിൽ സമർപ്പിക്കും. സഹകരണ ബാങ്കുകൾ KYC മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നുമാണ് കേന്ദ്ര സർക്കാർ കോടതിയിൽ വാദിക്കുന്നത്. എന്നാൽ ഇതിന് കടകവിരുദ്ധമാണ് നബാർഡിന്റെ റിപ്പോർട്ട്. കേന്ദ്ര സർക്കാർ വാദം തെറ്റാണെന്ന് തെളിയിക്കാൻ സഹകരണ ബാങ്കുകൾ ഈ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കും. KYC മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ജില്ലാ സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് എന്നാണ് നബാർഡിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത്. എന്നാൽ KYC മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന്റെ പേരിൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, HDFC, കാനറ ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് തുടങ്ങി 13 ബാങ്കുകൾക്ക് നേരത്തെ റിസർവ് ബാങ്ക് പിഴ ചുമത്തിയിരുന്നു. ഈ ബാങ്കുകൾക്ക് ഇടപാടുകൾ നടത്താൻ അനുമതി നൽകുകയും KYC മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് അത് നിഷേധിക്കുകയും ചെയ്യുന്നതിലെ അനൗചിത്യം ജില്ലാ സഹകരണ ബാങ്കുകൾ കോടതിയിൽ ചൂണ്ടിക്കാട്ടും. കേരളത്തിലെ ജില്ലാ സഹകരണ ബാങ്കുകൾ നൽകിയ ഹർജി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം കോടതി പരിഗണിക്കും. കേരളത്തിന് പുറമെ തമിഴ്നാട്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ സഹകരണ ബാങ്കുകളും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേരളത്തിലെ ബാങ്കുകൾക്കു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ കോടതിയിൽ ഹാജരാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. നരേന്ദ്രമോദി സൃഷ്ടിച്ച നോട്ട് പ്രതിസന്ധി ഉടൻ തീരില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ട്രഷറികളുടെ പ്രവർത്തനങ്ങൾ സാധാരണഗതിയിലാവാൻ 1 വർഷമെങ്കിലും എടുക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. മോഡി സൃഷ്ടിച്ച പ്രതിസന്ധി അങ്ങനെയൊന്നും ഒരു ദിവസം കൊണ്ട് തീരത്തില്ല. ഇതിന് 6-7 മാസം പിടിക്കുന്നു സാധാരണ നില വരാനായിട്ട്. എന്തൊരു ഭ്രാന്താണ് ഈ ചെയ്തിരിക്കുന്നത്. എലിയെ കൊല്ലാൻ നമുക്ക് സമാശ്വാസം കൊടുക്കാൻ പറ്റും. മറികടക്കാനൊന്നും സംസ്ഥാന സർക്കാരിനെ കൊണ്ടാവത്തില്ല. ഈ നോട്ടച്ചടിക്ക് അനുവാദം തന്നു കഴിഞ്ഞാൽ നമുക്കൊല്ലം നോക്കാം. അല്ലെങ്കിൽ ഇത് കേന്ദ്ര സർക്കാരിന് മാത്രം പരിഹരിക്കാൻ പറ്റുന്നതാണ്. പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന പണിയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നടത്തുന്നതെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. നോട്ട് നിരോധനം മൂലം ശമ്പള പ്രതിസന്ധി ഉണ്ടാകുമെന്ന് നവംബർ 9-ന് തന്നെ അറിയിച്ചിട്ടുണ്ടെന്നും കടകംപള്ളി തിരുവനന്തപുരത്ത് പറഞ്ഞു.
വീട് വെകുമ്പോൾ വാഴ വെട്ടുക എന്ന് നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ടല്ലോ. ആ ചൊല്ലിനെ അനർത്ഥമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. കോൺഗ്രസിൻ്റെ ദയനീയമായിട്ടുള്ള അവസ്ഥ ഇന്ത്യയിലെ 132 കോടി ജനങ്ങളെയും ബാധിക്കുന്ന അതീവ ഗൗരവതരമായിട്ടുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നത്തോട് പ്രതികരിക്കാൻ കഴിയാതെ നിസ്സഹായമായ അവസ്ഥയിൽപ്പെട്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇങ്ങനെയുള്ള ചില സ്റ്റേറ്റ്മെൻ്റൊക്കെ നടത്തി മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയല്ലാതെ അവർക്ക് വേറെ ഒരു വഴിയുമില്ല. ഒരു ഗൗരവത്തോടും കൂടി കേരളീയ സമൂഹം പ്രസ്താവനയെ കാണില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കൊച്ചിയിലേക്ക് 55 കോടി രൂപയുടെ കള്ളപ്പണം എത്തിയതായി സംശയം. ഭക്ഷ്യ എണ്ണ കയറ്റുമതിയുടെ പേരിൽ പണം എത്തിയത് ബൾഗേറിയയിൽ നിന്നാണ്. കൊച്ചി എളമക്കര സ്വദേശി ജോസ് ജോർജിന്റെ അക്കൗണ്ടിലേക്കാണ് കോടികൾ എത്തിയത്. പ്രാഥമിക പരിശോധനയിൽ കയറ്റുമതി രേഖകൾ വ്യാജമെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. ജോസ് ജോർജിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. എന്നാൽ എത്തിയത് കള്ളപ്പണമല്ലെന്നും ഭക്ഷ്യ എണ്ണ കയറ്റുമതിയുമായി ബന്ധപ്പെട്ടാണ് പണം എത്തിയതെന്നും ജോസ് ജോർജ് പ്രതികരിച്ചു. ബൾഗേറിയയിലെ ഫഫ്താഡി എന്ന കമ്പനിയുടെ പേരിലാണ് കൊച്ചി എളമക്കര സ്വദേശി ജോസ് ജോർജിന്റെ അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ 55 കോടി രൂപ എത്തിയത്. കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിലെ SBI അക്കൗണ്ടിലേക്കാണ് ഭക്ഷ്യ എണ്ണ കയറ്റുമതിയുടെ പേരിൽ പണം എത്തിയത്. 2 ആഴ്ച മുമ്പ് ഇതിൽ നിന്ന് 29.5 കോടിയോളം രൂപ ഇയാൾ ഭാര്യയുടെയും ബന്ധുക്കളുടെയും അക്കൗണ്ടിലേക്ക് മാറ്റി. കയറ്റുമതിയാണെങ്കിൽ ഇടപാട് ജോസ് ജോർജും ബൾഗേറിയൻ കമ്പനിയും തമ്മിൽ നടത്തേണ്ടതിനു പകരം പണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയത് ബാങ്ക് അധികൃതർക്ക് സംശയമുണ്ടാക്കി. എൻഫോഴ്സ്മെന്റ്, കസ്റ്റംസ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ ബാങ്ക് അധികൃതർ വിവരമറിയിച്ചു. തുടർന്ന് ബാങ്കിൽ രേഖകൾ ഹാജരാക്കാനും ഇയാൾ ഹാജരാക്കിയ രേഖകളിൽ പതിപ്പിച്ചിരിക്കുന്ന കസ്റ്റംസിന്റെ സീൽ വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. വ്യാജരേഖകൾ ചമച്ചതിന്റെ പേരിൽ ഹാർബർ പോലീസും ജോസ് ജോർജിനെതിരെ കേസെടുത്തു. പോലീസ്, എൻഫോഴ്സ്മെന്റ്, കസ്റ്റംസ് എന്നിവരുടെ സംയുക്ത അന്വേഷണത്തിൽ ഭക്ഷ്യ എണ്ണ കയറ്റുമതി എന്നത് വ്യാജമാണെന്ന നിഗമനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കയറ്റുമതിയുടെ പേരിലെത്തിയ 55 കോടി രൂപ കള്ളപ്പണമാണോ എന്ന സംശയം ബലപ്പെട്ടിരിക്കുകയാണ് അന്വേഷണ ഏജൻസികൾക്ക്. ജോസ് ജോർജിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചു. പോലീസിന്റെയും കേന്ദ്ര ഏജൻസികളുടെയും കീഴിൽ വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്നാൽ ബൾഗേറിയയിൽ നിന്നെത്തിയത് കള്ളപ്പണമല്ലെന്നും ഭക്ഷ്യ എണ്ണ കയറ്റുമതിക്കായാണ് തുക എത്തിയതുമെന്നുമാണ് കൊച്ചിയിലെ ട്രേഡ് ഇന്റർനാഷണൽ ഉടമ കൂടിയായ ജോസ് ജോർജിന്റെ വാദം. അക്കൗണ്ട് മരവിപ്പിച്ച നടപടിക്കെതിരെ ഇയാൾ കേന്ദ്ര സർക്കാരിന് പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വിടവാങ്ങിയ വിപ്ലവ നേതാവ് ഫിദൽ കാസ്ട്രോയ്ക്ക് ലോകത്തിന്റെ പ്രണാമം. 9 ദിവസത്തെ ദുഃഖാചരണത്തിന് ശേഷം ഇന്ന് ഫിദലിന്റെ സംസ്കാരം നടക്കും. ഫിദൽ തന്റെ വിപ്ലവ യാത്രയ്ക്ക് ആരംഭം കുറിച്ച സ്ഥലമായ സാന്റിയാഗോയിൽ വെച്ചാണ് ക്യൂബൻ ജനത വിപ്ലവ താരകത്തിന് വിട നൽകുന്നത്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി സാന്റിയാഗോയിൽ നിന്നും നൽകുന്ന റിപ്പോർട്ടിലേക്ക്. ക്യൂബൻ വിപ്ലവ ഇതിഹാസം സഖാവ് ഫിദൽ കാസ്ട്രോയുടെ ചരമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട സംഭവ പരമ്പരകൾക്ക് ഏതാണ്ട് സമാപ്തിയാവുകയാണ്. 30-ാം തീയതി രാവിലെ 7 മണിക്ക് ഹവാനയിൽ നിന്ന് ആരംഭിച്ച സഖാവ് ഫിദലിന്റെ ചിതാവശിഷ്ടവും പേറിക്കൊണ്ടുള്ള വാഹനവ്യൂഹം ക്യൂബയിലെ 13 പ്രവിശ്യകളിലൂടെ സഞ്ചരിച്ച് ഫിദലിന്റെ ജന്മസ്ഥലമായ സാന്റിയാഗോ ഡി ക്യൂബയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ റൗൾ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ ഏതാനും രാഷ്ട്രത്തലവന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും പങ്കെടുത്ത വിപുലമായ യോഗത്തിനു ശേഷം ക്യൂബയുടെ വിപ്ലവ ചരിത്രത്തിൽ ഫിദലിനെ പോലെ തന്നെ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച രാഷ്ട്ര നേതാവ് ഹോസെ മാർട്ടിയെ സംസ്കരിച്ചിട്ടുള്ള സാന ഇഫിജേനിയ സെമിത്തേരിയിലാണ്. പിന്നണി ഗായിക ഗായത്രി അശോകൻ വിവാഹിതയായി. സുഹൃത്തും ഗായകനും സംഗീത സംവിധായകനുമായ പുർഭിയാൻ ചാറ്റർജിയാണ് വരൻ. രാവിലെ തൃശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിലായിരുന്നു വിവാഹം. അടുത്ത സുഹൃത്തുക്കളും ഇരുവരുടെയും കുടുംബാംഗങ്ങളും മാത്രമാണ് വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്തത്. സംഗീത പരിപാടികളിലൂടെയാണ് കൊൽക്കത്ത സ്വദേശിയായ സംഗീതജ്ഞൻ പുർഭിയാൻ ചാറ്റർജിയും ഗായത്രിയും പരിചയത്തിലായത്. പ്രമുഖ വ്യവസായി ബിജു രമേശിന്റെയും മുൻമന്ത്രി അടൂർ പ്രകാശിന്റെയും മക്കളുടെ ആഡംബര വിവാഹത്തിന് തുടക്കമായി. ബിജു രമേശിന്റെ മകൾ മേഘയ്ക്ക് അടൂർ പ്രകാശിന്റെ മകൻ അജയ് കൃഷ്ണനാണ് താലികെട്ടിയത്. കോടികൾ മുടക്കിയുള്ള വിരുന്നു സൽക്കാരം വൈകിട്ട് തിരുവനന്തപുരത്ത് നടക്കും.
നോട്ട് അസാധുവാക്കലിനെ തുടർന്ന് പൊതുജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നോട്ടീസ്. 2 മാസത്തിനുള്ളിൽ നടപടിയെടുക്കണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. പൊതുപ്രവർത്തകൻ PK രാജുവിന്റെ പരാതിയിലാണ് നടപടി. പ്രധാനമന്ത്രിയെയും കേന്ദ്ര ധനകാര്യമന്ത്രിയെയും എതിർകക്ഷികളാക്കിയാണ് പരാതി. നോട്ട് അസാധുവാക്കലിനെ തുടർന്ന് ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 8 ആഴ്ചയ്ക്കകം ഉചിതമായ നടപടികളെടുക്കണമെന്ന് കഴിഞ്ഞ ദിവസം അയച്ച നോട്ടീസിൽ നിർദ്ദേശിക്കുന്നു. നോട്ട് നിരോധനം സാധാരണക്കാർക്കുണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകൻ PK രാജു നൽകിയ പരാതിയിലാണ് നടപടി. ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിച്ച വേദന വളരെ അക്കമിട്ട് ചൂണ്ടിക്കാട്ടിയാണ് ഞാൻ പരാതി നൽകിയിട്ടുള്ളത്. രാജ്യത്തെ പകുതിയിലേറെ ജനങ്ങൾക്കും ബാങ്ക് അക്കൗണ്ട് ഇല്ലാതിരിക്കെ നോട്ട് അസാധുവാക്കലും മറ്റ് നടപടികളും ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ വിശദീകരിച്ചായിരുന്നു പരാതി. കള്ളപ്പണത്തിന്റെ പേരിൽ സാധാരണക്കാർ സമ്പാദിച്ച പണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ബാങ്കുകളിലും ATMകളിലും ക്യൂ നിൽക്കുന്നതിനിടയിലും മറ്റും 47 പേർ മരിച്ചു. പണമില്ലാത്തതിനാൽ പലർക്കും ചികിത്സ നിഷേധിക്കപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളും പരാതിയിൽ ഉന്നയിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി, RBI ഗവർണർ ഊർജിത് പട്ടേൽ എന്നിവരാണ് പരാതിയിലെ എതിർകക്ഷികൾ. നോട്ട് അസാധുവാക്കൽ ജനങ്ങൾക്കുണ്ടാക്കിയ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് നേരത്തെ സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. സ്പോർട്സ്. ISLലെ നിർണായക മത്സരത്തിന് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. ജയമോ സമനിലയോ കേരള ബ്ലാസ്റ്റേഴ്സിനെ സെമിയിലെത്തിക്കും. അതേസമയം നോർത്ത് ഈസ്റ്റിന് മത്സരം ജയിച്ചേ തീരൂ. സമീർ വാഴങ്ങോട് ചേരുന്നു. സമീർ, കൊച്ചി ആവേശത്തിലാണോ? നോർത്ത് ഈസ്റ്റുമായുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ കളി, അതും നിർണായകമായ മത്സരമാണ്. എങ്ങനെയാണ് കൊച്ചിയിലെ ആരാധകർ പ്രതികരിക്കുന്നത്? ഏതൊക്കെ പ്രമുഖരാണ് ടീമിന്റെ, ബ്ലാസ്റ്റേഴ്സിന്റെ ഉൾപ്പെടെയുള്ള പ്രമുഖരാരെങ്കിലും സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ? വിശദാംശങ്ങൾ. ധന്യ, അതിനിർണായകമായിട്ടുള്ള മത്സരത്തിന്റെ ആവശ്യത്തിൽ തന്നെയാണ് കൊച്ചി. നമ്മൾ കാണുന്നത് പോലെ തന്നെ 2 മണിയോടുകൂടെ തന്നെ ഈ ഒരു ആരവത്തിലേക്ക് എത്തിയിരുന്നു. വലിയ രീതിയിൽ ആരാധകരുടെ ഒരു നിര തന്നെയാണ് കാണാൻ കഴിയുന്നത്. 4 മണിയോട് കൂടിയാണ് ഇവരെ സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശനം ആരംഭിച്ചത്. എന്നിട്ടും ഇപ്പോഴും പുറത്ത് ഇത്തരത്തിലുള്ള ഒരു നീണ്ട നിര തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വിധത്തിൽ തന്നെയാണ് ഓരോ എൻട്രൻസിന്റെ ഭാഗത്തും കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ വലിയ ഒരു ബ്ലാസ്റ്റേഴ്സിന്റെ വലിയ നിര തന്നെ, വലിയ ആരാധകരുടെ നിര തന്നെയാണ് ഓരോ ഭാഗത്തും കാണാൻ കഴിയുന്നത്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്ന് നോർത്ത് ഈസ്റ്റിന്റെ ആരാധകർ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സാധാരണ കൊച്ചിയിലെ മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ മാത്രമാണ് ഉണ്ടാവാറുള്ളത് എന്ന് ഇന്ന് കൊടിയും ജേഴ്സിയും ഒക്കെ ആയിട്ടുകൊണ്ട് നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള വിവിധ തൊഴിലെടുക്കാൻ വേണ്ടിക്കൊണ്ടൊക്കെ എത്തിയിട്ടുള്ള, കേരളത്തിലെത്തിയിട്ടുള്ള നിരവധി പേർ അവരുടെ നോർത്ത് ഈസ്റ്റിന്റെ ജേഴ്സിയും അതോടൊപ്പം തന്നെ കൊടി തോരണങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ വലിയ ആവശ്യത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ചും ഇന്ന് സെമിയിലേക്ക് എത്താൻ ഇന്നത്തെ മത്സരം സമനിലയിലായാലും ബ്ലാസ്റ്റേഴ്സ് കഴിയും. പക്ഷേ ഇന്ന് നിർണായകമായ ഈ മത്സരത്തിൽ വിജയിച്ചെങ്കിൽ മാത്രമേ നോർത്ത് ഈസ്റ്റിനെ സെമി ഫൈനലിൽ കടക്കാൻ കഴിയുകയുള്ളൂ. മുംബൈക്കും അതോടൊപ്പം തന്നെ ഡൽഹി, കൊൽക്കത്ത ടീമുകൾക്കൊപ്പം 4ാമതായി സെമി ഫൈനലിലെത്തുന്ന ടീം ആരാണ് എന്നറിയാനുള്ള ആകാംക്ഷയിൽ തന്നെയാണ് ഓരോ കായിക പ്രേമിയും. അതുകൊണ്ട് തന്നെ ആ ഒരു മത്സരത്തിന്, നിർണായകമായിട്ടുള്ള മത്സരത്തിന് ഇനി 7 മണിയോടുകൂടെ കിക്ക് ഓഫ് ഉയരുകയാണ്. അതിൻ്റെ ഒരു വലിയ ആരവം നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയും. നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരോട് ചോദിക്കാം അവരുടെ ഒരു പ്രതീക്ഷ എത്രത്തോളമാണ് എന്ന്. എങ്ങനെ ഇന്നത്തെ മത്സരം ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ജയിക്കുന്നത് തന്നെയാണ് പ്രതീക്ഷ. ലാസ്റ്റ് 4 ഹോം മാച്ചുകളിൽ കണ്ടിന്യൂസ് വിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാച്ചും ജയിക്കുന്നത് തന്നെയാണ് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നത്. കാരണം കേരളത്തിന്റെ ഹോം റൺ എന്ന് പറയുന്നത് ബാക്ക്, അതായത് ഡിഫൻസ് ആണ് കേരളത്തിന് ഏറ്റവും കൂടുതൽ ഇതെന്ന് പറയുന്നത്, ശക്തി എന്ന് പറയുന്നത് തന്നെ. കഴിഞ്ഞ ലാസ്റ്റ് 3 സീസണിലും ഡിഫൻസ് തന്നെയായിരുന്നു കേരളത്തിന്റെ ശക്തി. ഇപ്രാവശ്യം ഹ്യൂസ് വന്നതോടുകൂടി കേരളത്തിന്റെ ഡിഫൻസ് വളരെയധികം ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കളികളിൽ ഹ്യൂസ് ഇല്ലാത്തതിൻ്റെ ഒരു ഇത് അറിഞ്ഞായിരുന്നു, അതായത് എവേ മാച്ചുകൾ കളിക്കുമ്പം. ഇപ്പം ഹോം റണ്ണിൽ ഇന്ന് ഹ്യൂസ് കളിക്കുന്നതിനാണ് പ്രതീക്ഷ. ഹ്യൂസ് നല്ല രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ കേരളം ജയിക്കുന്നതിനാണ് പ്രതീക്ഷ. 2-0 ഞങ്ങളുടെ പ്രതീക്ഷ. ആദ്യ ഭാഗത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഗുവാഹട്ടിയിൽ നടന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിനോട് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഡൽഹിക്കെതിരെ നല്ല മാർജിനുള്ള വിജയത്തോടു കൂടിയാണ് അവരിവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരും ശക്തരല്ലേ? ആണ്. പക്ഷേ എവേ മാച്ചുകളിൽ കേരളത്തിൻ്റെ വീക്ക്നെസ് നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ ഹോം മാച്ചുകളിൽ കേരളം അധികം, അതായത് 12th മെൻ എന്ന് പറയുന്നത് ക്രൗഡ് തന്നെയാണ്. ഈ ക്രൗഡിൻ്റെ ശക്തിയോട് കൂടി തന്നെ കേരളം നേടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മക്കളെ, കപ്പ് ഞങ്ങൾക്കല്ലേ?
ധന്യ, ഇത്തരത്തിലുള്ള ഒരു ആരവവും ആവേശം തന്നെയാണ് കൊച്ചിയിൽ എല്ലാവരും കാണാൻ കഴിയുന്നത്. 2 മണിയോട് കൂടെ എത്തിത്തുടങ്ങിയ ആരാധകരുടെ പ്രവാഹം ഇപ്പോഴും നിലക്കുന്നില്ല. ഇന്ന് സാധാരണ ഉണ്ടാവാറുള്ളത് ശരാശരി 55,000 പേരാണ് എങ്കിൽ ഇന്ന് അതിൽ ഉപരി ഒരു 60,000-ന്റെ അടുത്ത് ആരാധകർ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വലിയ ആരാധക പിന്തുണ ബ്ലാസ്റ്റേഴ്സിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. പ്രത്യേകിച്ചും ഓരോ മത്സരം കഴിയുന്തോറും അവർ മുന്നിലേക്ക് നല്ല രീതിയിലുള്ള മത്സരവുമായിട്ട് നല്ല രീതിയിലുള്ള കളിയുമായിട്ട് ഈ ലീഗിലേക്ക് തിരിച്ചു വന്ന കാഴ്ചയാണ് കണ്ടിരുന്നത്. പ്രത്യേകിച്ചും ആദ്യത്തെ ഈ കൊച്ചിയിൽ നടന്ന 6 ഹോം മത്സരങ്ങളിൽ ആദ്യ മത്സരത്തിൽ കൊൽക്കത്തയോട് പരാജയപ്പെട്ടു. 2ാം മത്സരം ഡൽഹിയോട് സമനില പിടിച്ചു. തുടർന്നുള്ള 4 മത്സരങ്ങളും നല്ല മാർജിനിൽ മുംബൈയെയും അതോടൊപ്പം തന്നെ ചെന്നൈയിൻ FC, ഗോവ, പൂനെ എന്നീ 4 ടീമുകളെയും നല്ല രീതിയിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവർ ഈ ലീഗിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ മത്സരത്തിലും ഈ ഒരു ആരാധക പിന്തുണ ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ ചലനങ്ങൾക്കുമൊത്ത് ഈ ആരാധക പിന്തുണ അവർക്ക് വലിയ കരുത്താകും എന്നാണ് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് സ്റ്റീവ് കോപ്പലും വ്യക്തമാക്കിയത് അത് തന്നെയാണ്. ആരാധകരുടെ പിന്തുണ തങ്ങളെ വലിയ രീതിയിൽ താരങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ മത്സരം ഒരു സമനിലയോട് കൂടെ സെമി ഫൈനൽ പ്രവേശനമല്ല തങ്ങൾ ലക്ഷ്യമിടുന്നത്. വലിയ മാർജിനിൽ നല്ല രീതിയിൽ തന്നെ നോർത്ത് ഈസ്റ്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആധികാരികമായിട്ട് തന്നെ സെമി ഫൈനലിലേക്ക് പ്രവേശിക്കണം. അതാണ് തങ്ങളുടെ ലക്ഷ്യം. അതിനുള്ള ഉതകുന്ന നല്ല ഒരു മത്സരം തന്നെ ഇന്ന് കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് സ്റ്റീവ് കോപ്പൽ പറഞ്ഞത്. അത്തരത്തിലുള്ള ഒരു മത്സരം അവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇപ്പോൾ പ്രമുഖനായി എത്തിയിട്ടുള്ളത് ഇന്ന് സച്ചിൻ ടെണ്ടുൽക്കർ, ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമയായിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ന് എത്തില്ല എന്നാണ് ISL PRO അറിയിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് നോർത്ത് ഈസ്റ്റിന്റെ ഉടമയായിട്ടുള്ള ജോൺ അബ്രഹാം എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ബ്ലാസ്റ്റേഴ്സിന്റെ യൂത്ത് അംബാസിഡർ ആയിട്ടുള്ള നിവിൻ പോളി അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. ഇത്തരത്തിൽ വലിയ താരനിരകൾ ഒന്ന് ഉണ്ടാവും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിലേക്ക് തിരിച്ചെത്താം. ഡിസംബർ 6-ന്റെ പശ്ചാത്തലത്തിലും തീർത്ഥാടക തിരക്ക് വർദ്ധിച്ചതിനാലും ശബരിമലയിലെ സുരക്ഷ ശക്തമാക്കി. പോലീസും വനം വകുപ്പും ബോംബ് സ്ക്വാഡും അടക്കം ശബരിമല വനത്തിനും ശക്തമായ പരിശോധനയാണ് നടത്തുന്നത്. DIG സ്പർജൻ കുമാർ IPS ആണ് ചുമതല വഹിക്കുന്നത്.